ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നലത്തെ ബാക്കി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഞായറാഴ്ച പോയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ യാത്രയുടെ വിശേഷങ്ങളാണ്. അപ്പം നമ്മൾ ചെണ്ടുമല്ലി തേടിയിട്ടാണ് പോയതെങ്കിലും നമ്മളത്ര നിരാശരായിട്ടൊന്നും അല്ല കേട്ടോ മടങ്ങി വന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം നല്ല മനോഹരമായ ഒരു എന്താ പറയുക ദൃശ്യങ്ങൾ നമുക്ക് കാണാനിടയായിട്ടുണ്ടായി. നമ്മൾ അന്തിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയത്. ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വളരെ പ്രസിദ്ധമാണ് ഈ സ്ഥലം. അപ്പം ചെണ്ടുമല്ലി കാണാൻ വേണ്ടിയിട്ട് ഗുണ്ടുമല്ലി കാണാൻ വേണ്ടിയിട്ട് പോയതാണെങ്കിലും കൂടി നമ്മൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ നമുക്ക് ശരിക്കും കേരളം വൈബ് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും വരുമ്പോൾ ഒരു പാലക്കാട് ഏരിയ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇങ്ങനെ ഒരു സ്ഥലം ഈ സിറ്റിയിൽ ഉണ്ടാകും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഈറോഡ് എന്നുള്ളത് ഞാൻ കണ്ടിടത്തോളം അറിഞ്ഞിടത്തോളം ഇവിടെ നിന്നതിൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു ഡ്രൈ സിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ഇത് കുറച്ച് ഉള്ളോട്ടുള്ളൊരു സ്ഥലമാണ്, തന്നി ഗ്രാമപ്രദേശമാണ് കേട്ടോ. പക്ഷേ ഒരുപാട് വീടുകളൊന്നും ഞങ്ങൾ കണ്ടതേ ഇല്ല. അവിടെ വീടുകളൊന്നും കണ്ടിട്ടില്ല. പിന്നെ വഴിയോരങ്ങളിൽ ചെറിയ ചെറിയ കച്ചവടക്കാർ, അതും നാടൻ സാധനങ്ങളായിരുന്നു, പൈനാപ്പിൾ, പച്ചക്കറികളൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോഴും കാളവണ്ടിയും അങ്ങനെയൊക്കെയുള്ള ഒരു തന്നി നാടൻ പ്രദേശമാണ്. പിന്നെ ഒരു ബസ് കണ്ടു, വളരെ തോന്നിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ബസ്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ പഴയ ഒരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ പഴയ ഏതോ കുഗ്രാമത്തിലൊക്കെ പോയ ഒരു ഫീലായിരുന്നു. ഒരുപാട് നേരം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ എത്തിപ്പെടുമ്പോൾ തന്നെ ഒരുപാട് നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അറിയാത്ത സ്ഥലമാണ്, എന്താണ് അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോന്നു. ഒരുപാട് ഫോട്ടോസ് എടുക്കണം അല്ലെങ്കിൽ കുറേ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് പോയത്. പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും കൊണ്ടതുകൊണ്ട് ക്യാമറയിൽ മുഖം കണ്ടപ്പോൾ തന്നെ ഉള്ള പ്രതീക്ഷകളൊക്കെ പോയി, ഉള്ള കോൺഫിഡൻസും പോയി. കാരണം അത്ര അധികം ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലായിരുന്നു, ഞാൻ അതിന് മുന്നേ പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇനി ഇവിടെ പോകണമെന്നും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്നും കുറച്ചും കൂടെ ഉള്ളോട്ട് ചെന്നാൽ ഇതിലും മനോഹരമാണെന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്നും നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയും അവിടെ പോകും. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരും. ശരിക്കും അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെയാണ് ചെന്ന് എത്തേണ്ടത്. കാരണം നല്ല എന്താ പറയുക, നല്ല തണുത്ത കാറ്റും നല്ല ആകാശം തന്നെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമാണ്. പിന്നെ കുറച്ചധികം ദൂരെയാണ് നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന്. അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ ഒറ്റക്കായിരുന്നു. വേറൊരു ഫാമിലിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നേരം അവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു. നല്ല വൈബാണ്. ഒരുപാട് ആളുകളും അവിടെ ഉണ്ടായിരുന്നു, ഫോട്ടോ ആയിട്ടും റീൽസായിട്ടും. പിന്നെ കുറേ ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പാടത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ സമയപരിമിതി മൂലം നമ്മൾ അതൊക്കെ ഒഴിവാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ കണ്ടു പോന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നും പറയുന്നത് പോലെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.